അടുത്തതാണ് ബ്രെയിൻ അബ്സസ്. ബ്രെയിൻ അബ്സസ് എന്ന് വെച്ചാൽ ഒരു എൻക്യാപ്സുലേറ്റഡ് ആയിട്ടുള്ള ബ്രെയിനിനുണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനാണ് ബ്രെയിൻ അബ്സസ്. അതായത് ഒരുപാട് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വന്നിങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ബാക്ടീരിയ ആയിട്ടുള്ള സ്ട്രെപ്റ്റോകോക്കസ് പറയാം, ഫംഗസ് ആയിട്ടുള്ള കാൻഡിഡിയാസിസ്, പിന്നെ ഡെൻ്റൽ കാരീസ്, പിന്നെ നെക്കിൻ്റെ മുകളിലോട്ടുള്ള എല്ലാത്തരം ഇൻഫെക്ഷൻസ്. ഇപ്പം തന്നെ വായിൽ പല്ല് നമ്മൾ പല്ലിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ തന്നെ നമ്മൾ കൊണ്ട് കാണിക്കത്തില്ല. ശരിക്കും മുള്ളു കൊണ്ട് എടുക്കേണ്ട സ്ഥലത്ത് നമുക്ക് അവസരം തൂമ്പ കൊണ്ട് എടുക്കേണ്ട അവസ്ഥ വരും. കാരണം അത് പറയുന്ന ആ ഇൻഫെക്ഷനൊക്കെ ബ്രെയിനിലോട്ട് പോയിട്ട് അങ്ങനെ പ്രശ്നങ്ങൾ വരാം. പല ടൈപ്പുണ്ട്. ഇൻട്രാക്രേനിയൽ സബ്ഡ്യൂറൽ അബ്സസ്, ഇൻട്രാക്രേനിയൽ എപ്പിഡ്യൂറൽ അബ്സസ്, സ്പൈനൽ എപ്പിഡ്യൂറൽ, ഇൻട്രാമെഡുലറി, സെറിബ്രൈറ്റസ്, ഫംഗൽ ബ്രെയിൻ അബ്സസ്. ഇതൊക്കെ ഇതിൻ്റെ ഓരോ ടൈപ്പുകളാണ്. പത്തോഫിസിയോളജി ഈ പറയുന്ന എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ബാക്ടീരിയ കാരണം, ഫംഗസ് കാരണം, ഇതൊക്കെ കാരണം കൊണ്ട് തന്നെ ഇത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്തിട്ട് അവിടെ പാരൻകൈമയിൽ ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം തന്നെ മൈക്രോ ഓർഗാനിസംസ് ഈ പറയുന്ന മെനിഞ്ചൈറ്റിസിലൂടെ അല്ലെങ്കിൽ മിഡിൽ ഇയർ ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഡ്യൂറാമാറ്ററിൽ നിന്ന് പുരുലൻ്റ് ആയിട്ടുള്ള ഡിസ്ചാർജ്, ഡ്യൂറാമാറ്ററിനോട് പുരുലൻ്റ് ആയിട്ടുള്ള ഡിസ്ചാർജ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു ഹെഡ് ട്രോമ വന്ന്, സൈനസൈറ്റിസ് വന്ന് അത് എപ്പിഡ്യൂറൽ അബ്സസ് ഉണ്ടാക്കിയിട്ട്, അതായത് ഇപ്പം സ്പൈനൽ കോഡിൻ്റെ ഒരു പോസിറ്റീവ് ഏജൻസിൽ നിന്ന് ഇത് സ്പൈനൽ എപ്പിഡ്യൂറൽ അബ്സസ് ഉണ്ടാക്കാം. ഇത് ലംബോസാക്രൽ റീജിയനിലോട്ട് റീച്ച് ചെയ്യുകയും ഇൻട്രാമെഡുലറി അബ്സസ് ഉണ്ടാക്കുകയും ചെയ്യും. സാധാരണ പ്രോസസ്സാണ്. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനായിട്ട് പറയുന്നതാണ് ഹെഡ് ഏക്ക്, നോസിയ, വോമിറ്റിങ്, പിന്നെ കെർണിക് സൈൻസ്, ബ്ലൻസ്കി സൈന്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലേ, ഹിപ്പ് ഫ്ലെക്സ് ചെയ്താലും നമുക്ക് നേരെ ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നേക്കാം. പിന്നെ ഡയഗ്നോസ്റ്റിക് മെഷേഴ്സായിട്ട് പറയുന്നത് ഹിസ്റ്ററി കളക്ഷൻ, ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യാം, പിന്നെ CT സ്കാൻ ചെയ്യാം, CT ഗൈഡഡ് ആസ്പിറേഷൻ ചെയ്യാം. അതായത് ആസ്പിറേഷൻ ചെയ്തിട്ട് സാമ്പിൾ എടുത്ത് നമുക്ക് ആ ഒരു പസ് അനാലിസിസിന് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. മാനേജ്മെൻ്റ് ആയിട്ട് പറയുന്നത് ലാമിനെക്ടമിയാണ്. ലാമിനെക്ടമി, ആൻറ്റിബയോട്ടിക്സ്, നീഡിൽ ബയോപ്സീസ്, ആൻറ്റി ട്യൂബർക്കുലസ് തെറാപ്പീസ്, പിന്നെ സെറിബ്രൽ സ്റ്റീഷേഴ്സിന് വേണ്ടി നമ്മൾ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യാം, ആൻറ്റി കൺവൽസൻസ് ഒക്കെ. സർജിക്കലാണെങ്കിൽ ക്രേനിയോട്ടമിയാണ് ചെയ്യുന്നത്, അതായത് സ്കള്ള് സർജിക്കലി ഓപ്പൺ ചെയ്യുന്നുണ്ട്. കോംപ്ലിക്കേഷനായിട്ട് പറയുന്നത് ബ്രെയിൻ സ്റ്റെമ്മിൽ ഹെർണിയേഷൻ ഉണ്ടാവാം, സെൻസറി ലോസ് സംഭവിക്കാം, പാരാലിസിസ് സംഭവിക്കാം. ഈ ബ്രെയിൻ അബ്സസ് അങ്ങ് റപ്ചറായിട്ട് പോവുകയും ഇൻട്രാ ആർട്ടിക്കുലർ സ്പേസിലൊക്കെ ഈ ഫ്ലൂയിഡൊക്കെ വന്ന് നിറഞ്ഞ പ്രശ്നമാണ്. അപ്പം ഡെഫിനിഷൻ പറഞ്ഞു, എറ്റിയോളജി പറഞ്ഞു, ടൈപ്പ് നമ്മൾ പറഞ്ഞായിരുന്നു. ഇൻട്രാക്രേനിയൽ സബ്ഡ്യൂറൽ അബ്സസ്, ഇൻട്രാക്രേനിയൽ എപ്പിഡ്യൂറൽ, സ്പൈനൽ എപ്പിഡ്യൂറൽ, പിന്നെ ഫംഗൽ ബ്രെയിൻ അബ്സസ് ഉണ്ട്, സെറിബ്രൈറ്റസ്, അതൊക്കെ. പിന്നെ പത്തോഫിസിയോളജി, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ, ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ്, മാനേജ്മെൻറ്റിന് സർജിക്കൽ മാനേജ്മെൻറ്റായിട്ട് ക്രേനിയോട്ടമിയാണ് പറഞ്ഞത്. പിന്നെ ലാമിനെക്ടമി ഫോർ സർജിക്കൽ ലാമിനെക്ടമി, കോംപ്ലിക്കേഷൻ പറഞ്ഞു.